തങ്ങൾ വളരെ പുണ്യമായും നോൽക്കാൻ വേണ്ടി പറഞ്ഞൊരു നോമ്പ് ആശുറയുടെ നോമ്പാണ്. തങ്ങൾ അത് നിരന്തരം നോറ്റു വന്നു. അങ്ങനെ തങ്ങളുടെ വഫാത്തിനോടടുത്ത സമയം റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോ മുഹറം വന്നു. അത് കഴിഞ്ഞ് റബീഉൽ അവ്വൽ തങ്ങൾ വഫാത്താകുന്നു. ആ മുഹറത്തിൽ തങ്ങൾ നോമ്പെടുക്കുമ്പോ സഹാബിമാര് പറഞ്ഞു, നബിയെ, ഇത് ജൂതന്മാർ ആഘോഷമായി കൊണ്ടു നടക്കുന്ന ദിവസമാണല്ലോ, അവർക്കത് പെരുന്നാളാണ്. ആ പെരുന്നാളിന്റെ ദിവസം നമ്മളിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണോ, എന്നാൽ നമ്മൾ അവരോടൊന്ന് എതിർ നിൽക്കണം. അതായത് ജൂതന്മാരുടെ ആചാരം നമ്മൾ കൊണ്ടു നടക്കില്ല. അതുകൊണ്ട് അടുത്തൊരു വർഷം കൂടെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ 9 നോമ്പെടുക്കും. അങ്ങനെ 10. അവര് 10 നോമ്പെടുക്കുന്നവരാണ്. നമ്മൾ അവരെ പോലെ ആയിക്കൂടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ മുമ്പ് ഒരു ദിവസം കൂടെ നോമ്പെടുക്കണം. അങ്ങനെ 9, 10 എനിക്ക് 9 നോമ്പെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞു. പക്ഷേ പിറ്റത്തെ വർഷം തങ്ങൾ വഫാത്താവുകയാണ് ഉണ്ടായത്. തങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 10, അതിനാണ് താസുആ എന്ന് പറയാം. 9 താസുആ, 10 ആശൂറ, താസിഅ ആശിർ അല്ലെ, 9 ആശറ എന്ന് പറയില്ലേ, അതിൽ നിന്നാണ് താസുആ ആശൂറ എന്ന് വന്നത്. തങ്ങൾ നോമ്പെടുക്കാൻ ആഗ്രഹിച്ചു. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ മദ്ഹബിന്റെ ഇമാമൊക്കെ ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് പറയുന്നത്, വളരെ പ്രബലമായ സുന്നത്ത് 9ഉം 10ഉം എടുക്കലാണ്. 9ഉം 10ഉം. എന്നാൽ 9ഉം 10ഉം 11ഉം എടുക്കാം. 10 മാത്രം എടുത്തെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. പക്ഷേ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത് അതിന്റെ മുമ്പ് ഒരു ദിവസം, അത് കഴിയാത്തവർ അതിന്റെ ശേഷം ഒരു ദിവസം, അങ്ങനെ ആയിരിക്കണം. അങ്ങനെ നബി തങ്ങൾ അവസാനത്തെ ആ സമയത്താണ് തങ്ങളോട് ഈ വിഷയം ഉണർത്തപ്പെടുന്നത്. ആ സമയത്താണ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖാലഫത്തു അഹ്ലിൽ കിതാബി ഫീ സിഫത്തി സിയാമിഹിം, അവരുടെ നോമ്പിന്റെ വിഷയത്തിൽ അവർക്ക് എതിരെ നിൽക്കണം, അവരെ പോലെ ആയിപ്പോവരുത്. അങ്ങനെ പല വിഷയങ്ങളുണ്ടല്ലോ. മുശ്രിക്കീങ്ങൾ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തുകൂടെന്നാണ്. പല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവരോട് എതിർ നിൽക്കാൻ വേണ്ടി തങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നോമ്പിന്റെ പ്രത്യേകത സൗമു ആശൂറ, സൗമു യൗമി ആശൂറ യുകഫിറു സനതൻ മാദിയതൻ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ നമ്മുടെ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. വൻദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് പുറത്തിരണമെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം വേണം, അല്ലെങ്കിൽ തൗബ വേണം. തൗബ നിർബന്ധമാണ് വൻപാപങ്ങൾ പൊറുക്കപ്പെടാൻ. ചെറുദോഷങ്ങൾ ഈ നോമ്പ് കൊണ്ട് പൊറുപ്പിക്കപ്പെടും. പെണ്ണുങ്ങൾക്ക് അല്ലാഹു ആയി പോയിട്ടുണ്ടോ, നിയ്യത്ത് ചെയ്താൽ സുന്നത്തും കിട്ടും, ഫർളും കിട്ടും, രണ്ടും കിട്ടും. ഈ മാസം മുഴുവൻ നോമ്പെടുക്കാൻ പറ്റുന്നവരങ്ങ് നോമ്പെടുക്കാം. ആദ്യത്തെ 10 ദിവസം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 9ഉം 10ഉം 11ഉം എടുക്കാം. പിന്നെ ഈ മാസത്തെ 13, 14, 15, പിന്നെ വരുന്ന അതിനിടയിൽ വരുന്ന ഓരോ തിങ്കളും വ്യാഴവും, ഇങ്ങനെയൊക്കെ സൗകര്യപ്പെടുന്നവരൊക്കെ എന്ത് ചെയ്യാം, നോമ്പെടുക്കുക. നമ്മളെന്നാലും വെയിലത്ത് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ കഴിയില്ല എന്ന് വന്നേക്കാം. പുറത്ത് വെയിലുള്ള ജോലി ചെയ്യുന്നവരുണ്ടാവും ചേട്ടോ, അവരെ